ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പൂജ. നിങ്ങൾക്ക് ജിയോയിഡിൽ ഏൻഷ്യൻ ഹിസ്റ്ററിയും അതുപോലെ തന്നെ പൊളിറ്റി NCERTയും എടുക്കുന്നത് ഞാനാണ്. ആൻഡ് നിങ്ങളുടെ മലയാളം ഓപ്ഷണലും ഞാൻ തന്നെയാണ് എടുക്കുന്നത്. സോ ഞാനന്ന് ഒരു വോയിസ് ഇട്ടിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഓപ്ഷണലിൻ്റെ സിലബസിൻ്റെ ഒരു അനാലിസിസ് നമുക്ക് നടത്താമെന്ന്. എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്നൊരു ഇൻട്രോ പോലുള്ളൊരു സെഷനാണ് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത്. സിലബസ് ഡിസ്കസ് ചെയ്യുന്നു, എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നു. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് സിലബസ് അയച്ചു തരും. എന്നിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കുറച്ച് ദിവസം നിങ്ങൾക്ക് ഞാനൊരു വർക്ക് പോലെ തരും. അതെന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് സെഷൻ്റെ ലാസ്റ്റ് പറഞ്ഞുതരാം. ചെറിയൊരു സെഷനാണ്, ജസ്റ്റ് ഒരു ഇൻട്രോ. ഓക്കെ, അപ്പോൾ നമുക്ക് 2 പേപ്പറാണുള്ളത്, അറിയാലോ. 250 മാർക്സ് ഈച്ച്. 2 പേപ്പറിനും നമുക്ക് വരുന്നത് 250 മാർക്സാണ്. അപ്പോൾ 2 പേപ്പറിനും 250 ഔട്ട് ഓഫ് 500 നമ്മുടെ ഓപ്ഷനിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് പേപ്പർ 1 തന്നെ സെക്ഷൻ എയിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ സെക്ഷൻ എയിലെ യൂണിറ്റ് 1 എന്ന് പറയുന്നത് മലയാള ഭാഷയുടെ ആദിമ മുഖം എന്നാണ് പറയുന്നത്. മലയാള ഭാഷയുടെ ആദിമ മുഖം എന്ന് പറയുമ്പോൾ ആദ്യ കാലഘട്ടത്തിൽ മലയാള ഭാഷ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ള ആ ഒരു ബ്രീഫായിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ പോലെ തന്നെ ഭാഷയുടെ ഉദ്ഭവം എങ്ങനെയായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോഴായാലും നമ്മൾ ആദ്യം തന്നെ നമ്മൾ പ്രീ ഹിസ്റ്റോറിക്കൽ ടൈംസ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്, അല്ലേ. ആദ്യകാല മാനവിക ചരിത്രം പഠിച്ചിട്ടാണ് നമ്മൾ ഇപ്പോഴത്തെ ചരിത്രത്തിലേക്ക് കടക്കുന്നത്. അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു പാസ്റ്റ് ഉണ്ട്. അപ്പം നമ്മുടെ ഭാഷയുടെ ആദിമമുഖം, മലയാളത്തിൻ്റെ ആദ്യ കാലഘട്ടം എങ്ങനെയായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ ആദ്യത്തെ യൂണിറ്റിൽ പഠിക്കുന്നത്. അപ്പോൾ പേപ്പർ 1 പേപ്പർ 1 തന്നെ 2 സെക്ഷൻ ഉണ്ട്. സെക്ഷൻ എ ഉണ്ട്, ബി ഉണ്ട്. അതിൽ സെക്ഷൻ എയിൽ 1ാമത്തെ യൂണിറ്റാണ് ഇത്. 1ാമത്തെ യൂണിറ്റിൽ നമ്മളപ്പോൾ മലയാള ഭാഷയുടെ ആദിമമുഖം, അതിൽ തന്നെ 3 സബ്സെക്ഷൻസ് ആണുള്ളത്. പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഈ സിദ്ധാന്തങ്ങളിൽ മൂലദ്രാവിഡ സിദ്ധാന്തം, തമിഴ്, സംസ്കൃതം എന്നീ ഭാഷയിൽ നിന്നും ആവിർഭാവം, അതായത് നമ്മുടെ മലയാളം എന്നുള്ള ഭാഷ ഏതൊക്കെ ഭാഷയുമായി നല്ല രീതിയിൽ ബന്ധം പുലർത്തുന്നു എന്നുള്ളത്, അതുപോലെ തന്നെ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സിദ്ധാന്തങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ, അതായത് 1.1 നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായിരിക്കും മൂലദ്രാവിഡം പഠിക്കാനുണ്ട്, തമിഴുമായിട്ടുള്ള കണക്ഷൻ എങ്ങനെയാണ്, സംസ്കൃതമായിട്ടുള്ള കണക്ഷൻ എങ്ങനെയാണ്. ലൈക്ക് ഇപ്പോൾ നമ്മുടെ മലയാളം സംസ്കൃതത്തിൽ നിന്നും ഉദ്ഭവിച്ചു എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. തമിഴും മലയാളം തമ്മിലുള്ള കണക്ഷൻ കാരണം തമിഴിൽ നിന്നാണോ മലയാളം വന്നത് എന്നുള്ള ഒരു തിയറി ഉണ്ട്. അതുപോലെ തന്നെ ദ്രാവിഡ ഗോത്രഭാഷകൾക്ക് നമ്മുടെ മലയാളമായിട്ട് കണക്ഷൻ ഉണ്ടോ, അങ്ങനെ പല ടൈപ്പ് ഓഫ് സിദ്ധാന്തങ്ങളാണ് നമ്മൾ ആദ്യത്തെ ഘട്ടത്തിൽ പഠിക്കുന്നത്. അതിൽ 1.2 നമ്മൾ പറയുന്നത് തമിഴും മലയാളവും തമ്മിലുള്ള ബന്ധം, അത് കേരള പാണിനിയുടെ 6 നയങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. പാണിനിയുടെ 6 നയങ്ങൾ, അതിലൂടെ തമിഴും മലയാളവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ നമ്മൾ 3ാമത്തെ സെക്ഷനിൽ പഠിക്കുന്നത് പാട്ടുപ്രസ്ഥാനം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, പാട്ടുകൃതികൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് പാട്ടുപ്രസ്ഥാനം, അതിൻ്റെ നിർവചനം നമ്മൾ പഠിക്കും. പിന്നെ നമുക്ക് രാമചരിതം പഠിക്കാനുണ്ട്. ചീരാമ കവി എഴുതിയിട്ടുള്ള രാമചരിതം പഠിക്കാനുണ്ട്. എല്ലാത്തിലും കുറച്ച് കാര്യങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. പിന്നെ പിൽക്കാല പാട്ടുകൃതികൾ നമുക്ക് പഠിക്കാനുണ്ട്, നിരണം കൃതികൾ പഠിക്കാനുണ്ട്, കൃഷ്ണഗാഥയും പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കഴിയുമ്പോൾ ഏറെക്കുറെ നമ്മുടെ യൂണിറ്റ് 1 കഴിയുന്നു. അപ്പോൾ യൂണിറ്റ് 1 നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ പോലെ തന്നെ ഭാഷയുടെ ആദിമ മുഖം, മലയാളം എന്ന ഭാഷ ഉദ്ഭവിക്കുന്ന സമയം അല്ലെങ്കിൽ അത് ഉദ്ഭവിക്കുന്നതിന് മുൻപേ ഉള്ള അതിൻ്റെ ആ ഒരു രൂപം, അതാണ് പഠിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉദ്ഭവിച്ചത്, എന്തിൽ നിന്നാണ് ഉദ്ഭവിച്ചത്, അതുപോലെ തന്നെ തമിഴും മലയാളവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, പാണിനിയുടെ 6 നയങ്ങൾ, പിന്നെ പാട്ടുപ്രസ്ഥാനം. അതിൽ പാട്ടുപ്രസ്ഥാനം എന്താണെന്ന് പഠിക്കും, രാമചരിതം പഠിക്കും, പിൽക്കാല പാട്ടുകൃതികൾ പഠിക്കും, നിരണം കൃതികൾ പഠിക്കും, കൃഷ്ണഗാഥ പഠിക്കും. അപ്പം ഞാനിത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്നത്തെ ഒരു സെഷനിലൂടെ നമ്മൾ ഒരു ഇൻട്രോ മാത്രമാണ്. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് ഞങ്ങൾ ജസ്റ്റ് വായിച്ചു പോവുക എന്നൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് മനസ്സിലാക്കി വയ്ക്കുക. നമ്മളിത് ഓരോന്നും എടുത്ത് പഠിക്കും കേട്ടോ. മൂലദ്രാവിഡം എന്താണെന്ന് പഠിക്കും, തമിഴ്, സംസ്കൃതം എന്നീ ഭാഷയിൽ നിന്നുമുള്ള ആവിർഭാവം എങ്ങനെ വന്നിട്ടുണ്ട്, അതെങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും.
ഓക്കെ, അപ്പോൾ യൂണിറ്റ് 1 നമുക്ക് അത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇനി യൂണിറ്റ് 2 കടക്കുമ്പോൾ മണിപ്രവാളം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മണിപ്രവാളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണിപ്രവാളത്തിൻ്റെ നിർവചനം എന്താണെന്ന് പഠിക്കും. പ്രാചീന മണിപ്രവാള കൃതികളുടെ ഭാഷ. ചമ്പു, നിങ്ങൾ സാൻസ്ക്രിറ്റ് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ചമ്പു കാവ്യം എന്ന് കേട്ടിട്ടുണ്ടാകും. ചമ്പു കാവ്യത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? അതിൽ ഗദ്യം പദ്യം മിശ്രകാവ്യമാണ് ചമ്പു എന്ന് പറയുന്നത്. ഗദ്യവും ഉണ്ട്, അതിൽ പദ്യവുമുണ്ട്. അപ്പം മണിപ്രവാള ഭാഷയിലുള്ള ചമ്പുക്കൾ, സന്ദേശകാവ്യങ്ങൾ, ചന്ദ്രോത്സവം, മണിപ്രവാള ലഘുകാവ്യങ്ങൾ, പിൽക്കാല മണിപ്രവാള കൃതികൾ, മധ്യകാല ചമ്പുക്കൾ, ആട്ടക്കഥ, ഇതൊക്കെയാണ് നമുക്ക് മണിപ്രവാളം എന്നുള്ള ഈ രണ്ടാമത്തെ യൂണിറ്റിൽ ആദ്യത്തെ സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ സെക്ഷനിൽ പഠിക്കാനുള്ളത് നാടോടി വിജ്ഞാനീയം. നാടോടി വിജ്ഞാനീയം എന്ന് പറയുമ്പോൾ തെക്കൻ പാട്ടുകൾ, വടക്കൻ പാട്ടുകൾ, മാപ്പിളപ്പാട്ടുകൾ, ഈ 3 ടൈപ്പ് ഓഫ് പാട്ടുകളെ കുറിച്ച് അറിഞ്ഞിരുന്നാൽ മതി. വടക്കൻ പാട്ടുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ വടക്കൻ വീരഗാഥയൊക്കെ കേട്ടിട്ടില്ലേ? ഒരു ടൈപ്പ് ഓഫ് സോങ് ഒക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ആവിർഭാവം, അതെങ്ങനെയാണ് വന്നത്, എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റീസ് എന്നുള്ളതൊക്കെ നാടോടി വിജ്ഞാനീയം എന്നുള്ള രണ്ടാമത്തെ സെക്ഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. രണ്ടാമത്തെ യൂണിറ്റിലെ 3-ാമത്തെ സെക്ഷനിൽ പറയുന്നത് പ്രാചീന മലയാള ഗദ്യങ്ങളാണ് കേട്ടോ. പഴയ ഗദ്യങ്ങളാണ് പറയുന്നത്. അതിൽ ഭാഷാകൗടില്യമുണ്ട്, ബ്രഹ്മാണ്ഡ പുരാണം പഠിക്കും, ആട്ടപ്രകാരം, ക്രമദീപിക, നമ്പ്യാന്തമിഴ്. അപ്പം ഇതൊക്കെയാണ് അതിൽ വരുന്ന അടുത്ത സെക്ഷൻസ് ആയിട്ട് വരുന്നത്. ഇനി യൂണിറ്റ് 3 നമ്മൾ മെയിനായിട്ടും മലയാള ഭാഷയുടെ മാനകീകരണം. അപ്പോൾ ഭാഷാപരമായിട്ടുള്ള സവിശേഷതകൾ, പാന, കിളിപ്പാട്ട്, ജ്ഞാനപ്പാന എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ? കിളിപ്പാട്ട്, തുള്ളൽ. അപ്പോൾ ഈ 3 പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. ഇതിലുള്ള ഭാഷാപരമായ സവിശേഷതകൾ, ഓരോന്നിലും യൂസ് ചെയ്യുന്ന വാക്കുകൾ അല്ലെങ്കിൽ ഭാഷയുടെ പ്രാധാന്യം. ഇപ്പോൾ ഓരോ രൂപത്തിലും, ഇപ്പോൾ തുള്ളലിലുള്ള അതേ രൂപം തന്നെ ആവണമെന്നില്ല കിളിപ്പാട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഭാഷാപരമായിട്ടുള്ള സവിശേഷതകൾ ഇത് 3നെയും മുൻനിർത്തിക്കൊണ്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. അതിൽ 3-ാമത്തെ യൂണിറ്റിലെ സെക്കൻഡ് സെക്ഷനിൽ നമ്മൾ ഇന്ത്യൻ വൈദേശിക മിഷണറിമാർ നൽകിയ സംഭാവനകൾ, അതായത് മെയിനായിട്ടും ഫോറിനേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിക്കുക. ഇനി 3-ാമത്തെ സെക്ഷനിൽ സമകാലീന മലയാളത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്, മലയാളം ഭരണഭാഷ എന്ന നിലയിൽ ശാസ്ത്ര സാങ്കേതിക സാഹിത്യത്തിൻ്റെ ഭാഷ, മാധ്യമ ഭാഷ. അപ്പോൾ ഈ 3 തരത്തിൽ യൂസ് ചെയ്യുന്ന ഭാഷ എന്നുള്ള രീതിയിൽ സമകാലികമായുള്ള മലയാളത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്. അപ്പോൾ ആദിമ കാലഘട്ടത്തിലെ മലയാളത്തിൽ നിന്നും എത്രത്തോളം സമകാലിക പ്രസക്തി, അതായത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ മലയാളത്തിൻ്റെ സ്വഭാവത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് ഈ ഒരു സെഷൻ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഭരണഭാഷ എന്ന നിലയിൽ മലയാളത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ പഠിക്കണം. ശാസ്ത്ര സാങ്കേതിക സാഹിത്യത്തിൻ്റെ ഭാഷ എന്നുള്ള രീതിയിൽ മലയാളത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ പഠിക്കണം. മാധ്യമ ഭാഷ എന്നുള്ള രീതിയിലും മലയാളത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ നമ്മൾ പഠിക്കണം. അതാണ് 3-ാമത്തെ യൂണിറ്റിൽ പറയുന്നത്. ഇനി നമുക്ക് 4-ാമത്തെ യൂണിറ്റ് നോക്കാം. 4-ാമത്തെ യൂണിറ്റ് പ്രാചീന മധ്യകാല സാഹിത്യമാണ് പറയുന്നത്. അതിൽ പാട്ട്, രാമചരിതം പറയുന്നുണ്ട്, നിരണം കൃതികൾ പറയുന്നുണ്ട്, കൃഷ്ണഗാഥ പറയുന്നുണ്ട്. ഇത് 3 നമ്മൾ ഓൾറെഡി തൊട്ട് മുന്നത്തെ ഇൻ ദ സെൻസ് സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് രാമചരിതം ഫസ്റ്റ് യൂണിറ്റിലാണെന്ന് തോന്നുന്നു. സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ നിരണം കൃതികൾ, കൃഷ്ണഗാഥയെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ അവിടെ നോക്കും. എക്സ്ട്രാ നമ്മൾ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ 4th യൂണിറ്റ് പഠിക്കുമ്പോഴും നോക്കും. പിന്നെ മണിപ്രവാളം നമ്മൾ ഓൾറെഡി അവിടെ പറഞ്ഞിരുന്നു അല്ലേ? ചമ്പുവിൻ്റെയും ആട്ടക്കഥയുടെയും കാര്യം പറഞ്ഞിരുന്നില്ല. അപ്പോൾ അതിൻ്റെയും ഡീറ്റെയിൽ നമ്മൾ നോക്കുന്നുണ്ട്. പ്രാചീന മധ്യകാല കൃതികൾ, ആട്ടക്കഥകളും ചമ്പുവും ഉൾപ്പെടെ നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുന്നത് നാടോടി സാഹിത്യം നോക്കുന്നുണ്ട്, കിളിപ്പാട്ട്, തുള്ളൽ, മഹാകാവ്യങ്ങൾ നോക്കുന്നുണ്ട്. ഓക്കെ, കിളിപ്പാട്ട്, തുള്ളൽ, മഹാകാവ്യം 3 നോക്കൂ കേട്ടോ. അപ്പോൾ അത് ഇനി യൂണിറ്റ് 5 ആധുനിക കവിതാ സാഹിത്യമാണ് പറയുന്നത്. അപ്പം ഗദ്യത്തിനും പ്രാധാന്യമുണ്ട്, പദ്യത്തിനും പ്രാധാന്യമുണ്ട്. അപ്പം ഗദ്യത്തിലൊക്കെ ഗദ്യപദ്യമയമാണ് ചമ്പു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കവിതാ സാഹിത്യത്തിൻ്റെ പ്രാധാന്യവും നമ്മൾ മലയാള ഭാഷ പഠിക്കുമ്പോൾ പഠിച്ചിരിക്കണം. വെൺമണി കവികളും സമകാലികരും എന്നുള്ളൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. ഇനി കാൽപ്പനികതയുടെ ആവിർഭാവം, ആധുനിക കവിത്രയത്തിൻ്റെ കവിതകൾ 3. നമ്മുടെ ആധുനിക കവിത്രയങ്ങൾ ആരൊക്കെയാണ്? ആശാനുണ്ട്, ഉള്ളൂരുണ്ട്, വള്ളത്തോളുണ്ട്. ഇവരുടെ 3 പേരുടെയും കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ 5th ചാപ്റ്ററിലെ 2-ാമത്തെ സെക്ഷനിൽ നമ്മൾ പഠിക്കും.
ഇനി മൂന്നാമത്തെ സെക്ഷനിൽ കവിതാ സാഹിത്യമാണ് നോക്കുന്നത്. കവിത്രയത്തിന് ശേഷം വന്നിട്ടുള്ള കവിതാ സാഹിത്യം എങ്ങനെയുള്ളതായിരുന്നു, കവിത്രയത്തിൻ്റെ കാലഘട്ടത്തിലുള്ള കവിതാ സാഹിത്യം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഇതിൽ പഠിക്കുന്നത് നമ്മൾ. ഓക്കെ, അതിനുശേഷമുള്ളതാണ് 5.3 പഠിക്കുന്നത്. ഇനി 5.4 മലയാള കവിതയിലെ ആധുനിക ഉത്തരാധുനിക പ്രവണതകൾ എന്തൊക്കെയാണ്, ആധുനിക പ്രവണതകൾ ഇപ്പോഴത്തെ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ അടുത്തത് നോക്കുന്നത്. അപ്പം നമ്മൾ ആധുനിക കവിതാ സാഹിത്യം കഴിഞ്ഞു. അടുത്തത് എന്താണ്, ആധുനിക ഗദ്യ സാഹിത്യമാണ് പറയുന്നത്. ഗദ്യ സാഹിത്യത്തിൽ മെയിനായിട്ട് എന്താണ്, നാടകം പഠിക്കാനുണ്ട്, നോവൽ എന്താണ്, ചെറുകഥ എന്താണ്, ജീവചരിത്രം എന്താണ്, ആത്മകഥ എന്താണ്, സഞ്ചാര സാഹിത്യം എന്താണ്, ഉപന്യാസം എന്താണ്, നിരൂപണം എന്താണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് യൂണിറ്റ് 6 പഠിക്കാനുള്ളത്. അപ്പോൾ പേപ്പർ 1 ഓൾറെഡി കഴിഞ്ഞു. ഓക്കെ, പേപ്പർ 1 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പേപ്പർ 1ൻ്റെ ആദ്യത്തെ 3 ചാപ്റ്റർ എന്ന് പറയുന്നത് എന്തായിരുന്നു, ആദ്യത്തെ 3 ചാപ്റ്റർ സെക്ഷൻ എയിൽ വരുന്ന ചാപ്റ്റേഴ്സാണ്. ഓക്കെ, രണ്ടാമത്തെ സെക്ഷനിൽ സെക്ഷൻ ബിയിലും അതുപോലെ 3 ചാപ്റ്റർ വരുന്നുണ്ട്, 4, 5, 6 വരുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇനി നമുക്ക് പേപ്പർ 2 നോക്കാം. അപ്പോൾ പേപ്പർ 1 ഇത്രയാണ് കേട്ടുള്ളത്. എ പാർട്ടും കഴിഞ്ഞു, ബി പാർട്ടും കഴിഞ്ഞു. ഇനി പേപ്പർ 2 സെക്ഷൻ എ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. രാമചരിതം, അതിൽ രാമചരിതത്തിലെ 1-ാം പടലത്തിൽ ചില ശ്ലോകങ്ങളാണ് പഠിക്കാനുള്ളത്. കണ്ണശ്ശ രാമായണം പഠിക്കാനുണ്ട്. കണ്ണശ്ശ രാമായണത്തിലെ ബാലകാണ്ഡത്തിലെ ആദ്യത്തെ 25 പദ്യങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. ബാലകാണ്ഡത്തിൽ ഒരുപാട് പദ്യങ്ങളുണ്ട്, പക്ഷേ അതിൽ നമുക്ക് ആദ്യത്തെ 25 പദ്യം മാത്രമേ നമുക്ക് പഠിക്കണ്ടൂ. ഓക്കെ, അത് ഓരോ പദ്യവും പറഞ്ഞ് പദ്യത്തിലെ വാക്കുകൾ നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് അതിൻ്റെ മീനിങ് പറഞ്ഞ് പദ്യത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരും കേട്ടോ. അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ഇനി മൂന്നാമത് നമുക്ക് ഉണ്ണുനീലി സന്ദേശമാണ്. ഉണ്ണുനീലി സന്ദേശത്തിലെ പൂർവ്വഭാഗമാണ് പഠിക്കാനുള്ളത്. അതിൽ പ്രസ്താവന ഉൾപ്പെടെയുള്ള ആദ്യത്തെ 25 ശ്ലോകങ്ങൾ. ഓക്കെ, 25 ശ്ലോകങ്ങളാണ് ഉണ്ണുനീലി സന്ദേശത്തിൽ പഠിക്കാനുള്ളത്. 4ാമത് എന്താണ്, മഹാഭാരതം കിളിപ്പാട്ട്, അതിലെ ഭീഷ്മ പർവം അതാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം പേപ്പർ 2 നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും, നിശ്ചിതമായിട്ടൊരു സാധനം നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ വായിക്കുക, അതിൻ്റെ കണ്ടൻറ്റ് നമ്മൾ മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ഇനി യൂണിറ്റ് 2 പേപ്പർ 2 യൂണിറ്റ് 2 ചിന്താവിഷ്ടയായ സീത, കുമാരനാശാൻ്റെ ചിന്താവിഷ്ടയായ സീത പഠിക്കണം. വൈലോപ്പിള്ളിയുടെ കുടിയൊഴിക്കൽ, ജി ശങ്കരക്കുറുപ്പിൻ്റെ പെരുന്തച്ഛൻ, NV കൃഷ്ണവാര്യരുടെ തീവണ്ടിയിലെ പാട്ട്, ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി യൂണിറ്റ് 3 എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലേ, ഭൂമിക്കൊരു ചരമഗീതം പറഞ്ഞിട്ടുള്ള കവിത NV കുറുപ്പിൻ്റെ, അത് അയ്യപ്പപ്പണിക്കരുടെ കുരുക്ഷേത്രം, പിന്നെ പണ്ടത്തെ മേൽശാന്തി എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്, അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ പണ്ടത്തെ മേൽശാന്തി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കവിതയുണ്ട്. അതുപോലെ തന്നെ ആറ്റൂർ രവിവർമ്മയുടെ മേഘരൂപൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കവിതയുണ്ട്. ഓക്കെ, ഇതൊക്കെ കവിതകളാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ പേപ്പർ 2ൻ്റെ ഫസ്റ്റ് സെക്ഷൻ എ സെക്ഷൻ കഴിഞ്ഞു. ഇനി ബി സെക്ഷൻ നോക്കാം. ബി സെക്ഷനിൽ നമുക്ക് കുറച്ച് നോവലുകളാണ് പഠിക്കാനുള്ളത്. ഇന്ദുലേഖ, ആദ്യത്തെ ലക്ഷണമൊത്ത നോവലല്ലേ, O ചന്തുമേനോൻ്റെ ഇന്ദുലേഖ നമുക്ക് പഠിക്കാനുണ്ട്. തകഴിയുടെ ചെമ്മീൻ നമുക്ക് പഠിക്കാനുണ്ട്. OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം, വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ്, അത് നമുക്ക് പഠിക്കാനുണ്ട്. ഇനി നമുക്ക് സമാഹാരമാണ്. അതിൽ MTയുടെ വാനപ്രസ്ഥമുണ്ട്, NS മാധവൻ്റെ ഹ്വിഗുറ്റുണ്ട്, CJ തോമസിൻ്റെ 1128 ക്രൈം 27 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാടകവും ഉണ്ട്. ഇതൊക്കെ വായിക്കാനുണ്ട്. ഇതിൻ്റെയൊക്കെ കണ്ടൻറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. വായിക്കൽ നിങ്ങൾ വായിക്കണേ, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ നിങ്ങൾക്ക് PDF അയച്ചു തരാം. അപ്പോൾ നിങ്ങൾ സമയം കിട്ടുമ്പോൾ നിങ്ങൾ വായന ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതൊക്കെ വായിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇനി നമുക്ക് യൂണിറ്റ് 6 പോകാം. യൂണിറ്റ് 6 പോകുമ്പോൾ കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. MK സാനുവിൻ്റെ ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാഷണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൃതി, പിന്നെ VT ഭട്ടതിരിപ്പാടിൻ്റെ കണ്ണീരും കിനാവും. ഇത്രയാണ് നമുക്ക് മെയിനായിട്ടും നമ്മുടെ പേപ്പർ 2 സെക്ഷൻ ബിയിൽ പഠിക്കാനുള്ളത്. ഇപ്പം നിങ്ങൾക്ക് സിലബസ് ഒരു വിധത്തിൽ മനസ്സിലായിട്ടുണ്ടാവും. ഈ സിലബസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഇനി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് ബ്രീഫായിട്ടുള്ള കാര്യങ്ങളാണ്. അത് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. ഓക്കെ, നമുക്ക് ഓക്കെ അപ്പോൾ മലയാളം നിങ്ങൾക്കിപ്പോൾ ഈ സിലബസ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് 2 പേപ്പറാണ് പഠിക്കാനുള്ളത്. പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. ഓരോ പേപ്പറിലും നമുക്ക് 250 മാർക്കാണ് വരുന്നത്. ഓക്കെ, 250 മാർക്സാണ് നമുക്ക് ഒരു പേപ്പറിൽ വരുന്നത്.
അപ്പോൾ പേപ്പർ 1-ലും 250, പേപ്പർ 2-ലും 250, അങ്ങനെ 500-ലാണ് നമുക്ക് എക്സാം വരുന്നത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പേപ്പർ 1 നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് പഠിക്കുന്ന ഒരു മേഖലയാണ്. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പം ഈ ഒരു കാര്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അത്യാവശ്യം ഒരു തിയറി ബേസിസിൽ, പക്കാ തിയറി എന്ന് പറയാൻ പറ്റില്ല എങ്കിലും കുറച്ച് നമുക്ക് കാണാതെ പഠിക്കേണ്ട കുറച്ച് ഏരിയാസ് ഈ പേപ്പർ 1-ൽ നമുക്കുണ്ട്. പേപ്പർ 1-ലെ സെക്ഷൻ എയിലും സെക്ഷൻ ബിയിലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ, അതായത് ഫാക്ട്സ് കുറച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുണ്ട്. ബട്ട് പേപ്പർ 2-ലേക്ക് കടക്കുമ്പോൾ പേപ്പർ 2-ൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിശ്ചിത ലിസ്റ്റ് ഓഫ് ബുക്സ് അല്ലെങ്കിൽ പോർഷൻസ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ കണ്ടൻറ്റ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇപ്പോൾ ചെമ്മീൻ എന്നുള്ള നോവല് A to Z നമുക്ക് ഓപ്ഷണൽ ക്ലാസ്സിൽ എടുക്കാൻ പറ്റില്ല. നിങ്ങൾക്കറിയാം, ഓരോ പേജ് വായിച്ച് നോവല് വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പറഞ്ഞു തന്ന് പോകാൻ നമുക്ക് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു വർഷം മൊത്തം നമുക്ക് ചെമ്മീൻ എടുക്കേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് ഞാൻ തരുന്ന വർക്ക് മെയിനായിട്ട് എന്താണെന്ന് പറഞ്ഞാൽ പേപ്പർ 2-ൽ നമുക്ക് വായിക്കാനുള്ള ഏരിയാസ് ഉണ്ടല്ലോ, നോവലുകൾ, കഥകളുണ്ട്, കവിതകളുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? പതുക്കെ അത് വായിച്ചു തുടങ്ങാം. ഞാൻ നിങ്ങൾക്ക് ഇത് ഇപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ ഞാൻ നിങ്ങൾക്ക് ഈ സിലബസ് അയച്ചു തരും. ഒരു നോട്ട്ബുക്ക് എടുക്കുക, നോട്ട്ബുക്കിൻ്റെ ഫ്രണ്ട് പേജിൽ മലയാളം ഓപ്ഷനിൽ നിന്ന് എഴുതുക, സിലബസ് വ്യക്തമായി എഴുതി വയ്ക്കാം. സിലബസ് എല്ലാവരും നോട്ട്ബുക്കിൽ മസ്റ്റായിട്ടും എഴുതി വെക്കണം. ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് അതാണ്. ഓക്കെ, നമ്മുടെ മാർക്സ് എത്രയാണോ അതും നിങ്ങൾ എഴുതി വെക്കണം. സിലബസ് എഴുതിയിട്ട് നിങ്ങൾ പേപ്പർ 2-ന് ഇങ്ങനെ എഴുതി വയ്ക്കുക. പേപ്പർ 1 250 മാർക്സ്, പേപ്പർ 2 250 മാർക്സ്. അതും നിങ്ങൾ ഒരു സൈഡിൽ എഴുതി വയ്ക്കണം. ഓക്കെ, അത് രണ്ടും നിങ്ങൾ ആദ്യം ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പേപ്പർ 2-ൽ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന ആ ഒരു മോഡലിൽ തന്നെ നിങ്ങൾക്ക് വായിക്കാനുള്ള സാധനങ്ങൾ ഞാൻ അയച്ചു തരും. അത് നിങ്ങൾ വായിക്കണം, ഒരു മടിയും കൂടാതെ വായിക്കണം. കാരണം നമുക്ക് ഈ ഒരു വർഷമുള്ള നമുക്ക് ഓപ്ഷനിൽ പഠിക്കാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് പഠിച്ച ഓപ്ഷനിൽ സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ടിരിക്കാം. മലയാളം ഓപ്ഷണലിൻ്റെ ഒരു പ്രത്യേകത പിന്നെ പറയാമെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ ഇപ്പോൾ UPSC-യിൽ കയറുന്നവരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും മലയാളം എടുത്തവരാണ് മോസ്റ്റ്ലി. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞ ഒരു കാര്യം ചിന്തിക്കുക, മലയാളം ഓപ്ഷണലിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾ മാത്രമേ അത് എഴുതാനുണ്ടാവുള്ളൂ. കോമ്പറ്റീഷൻ വളരെ കുറവാണ്. കേരളത്തിൽ ഇപ്പോൾ എത്ര മലയാളികൾ സിവിൽ സർവീസ് എഴുതുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതിലെത്ര പേര് മലയാളം ഓപ്ഷനിൽ എടുക്കുന്നുണ്ടെന്നും നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി കുറച്ചും കൂടി ഇതിലൊക്കെ ഒന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കോമ്പറ്റീഷൻ കുറവാണ്. നല്ല അടിപൊളിയായിട്ട് പഠിച്ചു പോയാൽ നമുക്ക് നമ്മുടെ ഓപ്ഷണലിൽ കത്തി കയറാൻ പറ്റും. ഓപ്ഷണലിൽ നല്ലോണം സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റാങ്കിൽ അത്രയും മുകളിലെത്താനും പറ്റും. കാരണം GS പേപ്പേഴ്സിൻ്റെ ഒക്കെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റ്ലി എല്ലാവർക്കും ഏകദേശം ഒരേ സ്കോറൊക്കെ തന്നെയാണ് കിട്ടുക. പ്രാക്ടീസ് ചെയ്ത് എല്ലാവരും ഒരേ ലെവലിൽ തന്നെയാണ് എത്തുക. പക്ഷേ നമ്മുടെ ഓപ്ഷണലിൽ നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും നമ്മുടെ UPSC-യിലെ റാങ്ക്. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. ആൻഡ് ഓൾസോ അപ്പം ഞാൻ പറഞ്ഞു വന്നത്, സിലബസ് എഴുതി വയ്ക്കുക. ഇത്ര ഔട്ട് ഓഫ് 500-ലാണ് നമ്മുടെ പേപ്പറെന്ന് എഴുതി വയ്ക്കുക. പേപ്പർ 1 പേപ്പർ 2 കൃത്യമായി വൃത്തിയായി എഴുതി വയ്ക്കുക. എന്നിട്ട് പേപ്പർ 2-ൽ വായിച്ചു തുടങ്ങാം. പേപ്പർ 2-ലെ ബുക്കുകൾ വായിച്ചു തുടങ്ങാം. അതാണ് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്. പിന്നെ ഞാൻ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെയാണ് ഞാൻ നിങ്ങളെയും പഠിപ്പിക്കുന്നത്. ഓക്കെ, നമ്മൾ ഒരുമിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഞാനും എൻ്റെ ഓപ്ഷനിൽ പഠിച്ചു തുടങ്ങാൻ വേണ്ടി പോവാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒരിടയ്ക്ക് വെച്ച് ഞാനതൊന്ന് സ്റ്റോപ്പ് ചെയ്തായിരുന്നു. ഇനി ഞാനത് വീണ്ടും എഗെയിൻ റീസ്റ്റാർട്ട് ചെയ്ത് നിങ്ങളുടെ ഒപ്പം പഠിക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ കളക്ട് ചെയ്ത് തരുന്ന നോട്ട്സ് നിങ്ങൾ അതേപടി പഠിക്കണം. ഓക്കെ, വേറെ എവിടെയും നിങ്ങൾ ചിന്തിക്കേണ്ട. ഞാൻ പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ കാണേണ്ട കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് അയച്ചു തരും. ഓക്കെ, പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരുന്നതിൻ്റെ ഒപ്പം തന്നെ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് കാണാൻ വേണ്ടി നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരും. ഇപ്പോൾ യൂട്യൂബിലൊക്കെ നല്ല നല്ല കണ്ടൻറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനത് അയച്ചു തരും. അതൊക്കെ നിങ്ങൾ മസ്റ്റായിട്ടും കാണുക. ഞാൻ പറയുന്ന രീതിയിൽ മുന്നോട്ട് പോവാം. ഓക്കെ, അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് മലയാളം ഓപ്ഷനിൽ സെറ്റാക്കി വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, മലയാളമാണ് നമ്മുടെ മാതൃഭാഷയാണ്. അധികം കനമുള്ളതായി കണക്കാക്കരുത്. ഈസിയാണെന്ന് വിചാരിച്ച് തന്നെ ഇരിക്കാം. നമ്മൾ ടഫാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ടഫാവുള്ളൂ.
ഇപ്പം നിങ്ങൾ മലയാളം പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈ ഒരു പോർഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ യൂണിറ്റ് 1 മലയാള ഭാഷയുടെ ആദിമ മുഖത്തിലൊക്കെ കുറച്ച് ട്രിക്കി സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ നല്ല സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതൊക്കെ നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കുക, മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ. പിന്നെ അത്യാവശ്യം നമ്മൾ ഈ പേപ്പർ 2 കുറേ കഥകളും കവിതകളും നോവലുകളും അതിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ലിസ്റ്റ് ഓഫ് ബുക്സ് ഒക്കെ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഭാഷ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും. നമുക്ക് നല്ല വേർഡ്സ് യൂസ് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ സെൻറ്റൻസസ് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ടൈം ഇറ്റ് വിൽ ബി ബെറ്റർ. ഓക്കെ. അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് മസ്റ്റായിട്ടും ബുക്സ് വായിക്കണം എന്ന് പറയുന്നത്. നമ്മൾ നോട്ട് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും ഒരു ലിമിറ്റഡ് നോളജ് നമുക്ക് മേക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ നമ്മൾ അതിൽ നിന്ന് അത് ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മൾ അതിനേക്കാൾ കൂടുതൽ കണ്ടൻറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. ഓവർ കണ്ടൻ്റ് ആയി കഴിഞ്ഞാൽ അത് നമുക്ക് ടെൻഷൻ ഉണ്ടാക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. പക്ഷേ കയ്യിൽ എഴുതാൻ സാധനം വേണം. ഓക്കെ. ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉള്ള കണ്ടൻറ്റിനെ എങ്ങനെ ചുരുക്കി ബെറ്ററാക്കിയിട്ട് എഴുതാമെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ അതൊന്നും ചിന്തിക്കേണ്ട. ഇപ്പോൾ പേപ്പർ സിലബസ് നന്നായി വായിക്കുക, സിലബസ് എഴുതിയെടുക്കുക, നോട്ട്ബുക്ക് എടുത്ത് സിലബസ് എഴുതിയെടുക്കുക. പേപ്പർ 2 ഞാൻ അയച്ചു തരുന്ന PDFകൾ വായിക്കാൻ വേണ്ടി തുടങ്ങാം. ഇപ്പം നിങ്ങൾ അത്രയും ചെയ്താൽ മതി. ഓക്കെ. ഞാനിനി ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ ഞാൻ വീഡിയോസ് ഓരോരോ ചാപ്റ്ററായിട്ട് വീഡിയോസ് ഇട്ട് തുടങ്ങും. നമുക്ക് ആദ്യം ഞാൻ ചിലപ്പോൾ ഞാൻ ഓർഡറിൽ പോകുമില്ലെങ്കിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ആ ഒരു ഏരിയാസ് നമുക്ക് നോക്കി പഠിച്ചു പോവാം. ടഫുള്ളത് നമുക്ക് ആദ്യം തീർക്കാം, പിന്നെ നമുക്ക് ഈസി ആയിട്ടുള്ളത് ലാസ്റ്റത്തേക്ക് വെക്കാം. അപ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിച്ചു പോകാമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. മലയാളത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. അത് ഞാൻ ഗ്യാരണ്ടി, ഞാൻ പറഞ്ഞു തരുന്ന പോലെ നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആൻസർ റൈറ്റിങ്ങും പ്രാക്ടീസ് ചെയ്ത് നമുക്ക് സെറ്റാക്കാം. എനിക്കിപ്പോൾ അത്രേ പറയാനുള്ളൂ. അപ്പം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ടോളൂ. കണ്ടു കഴിയണം. ലാസ്റ്റായിരിക്കും ഞാൻ സ്കിപ്പ് ചെയ്യേണ്ട കാര്യമൊക്കെ പറയുന്നത്. എല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു. സിൻസിയറായിട്ട് ഫുൾ ഹാർട്ടഡ്ലി ചെയ്യാം. ഓക്കെ. ട്രസ്റ്റ് ദ പ്രോസസ്സ്. ഞാൻ എഗെയിൻ പറയുകയാണെങ്കിൽ ഞാൻ എല്ലായിടത്തും പറയാറുണ്ട് ട്രസ്റ്റ് ദ പ്രോസസ്സ്. അപ്പം ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. മലയാളം ഓപ്ഷണൽ നമുക്ക് തകർക്കാം. അത്രയും ഞാനിപ്പോൾ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ മൈ ഡിയേഴ്സ്, താങ്ക് യു. എല്ലാവരും പറഞ്ഞ പോലെയൊക്കെ തന്നെ ചെയ്ത് നല്ല പിള്ളേരായിരിക്കുക കേട്ടോ. ഓക്കെ, ബൈ.